ഹായ്, ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഇലയടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയിലയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ശർക്കര ഞാൻ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ഉരുക്കിയിട്ട് ശർക്കര ഉരുകി നന്നായിട്ട് പതഞ്ഞ് വരും. ഇതിൽ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അവിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഇളക്കണം. മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ചൂടാറാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അട തയ്യാറാക്കാനുള്ള ഗോതമ്പ് പൊടി കുഴയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് 1 സ്പൂൺ എണ്ണയും ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് കുഴച്ച് അട ഉണ്ടാക്കാം. ഒരുപാട് കട്ടിയായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അല്പം ലൂസായിട്ട് വേണം. ലൂസ് മാവാണെങ്കിൽ പരത്താൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാം. അടുത്ത് നമുക്ക് ഇല എടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച് അതിലേക്ക് നമുക്ക് ചെറിയ ഒരു ഉരുള വെച്ച് കൊടുക്കാം. അടുത്തേക്ക് കുറച്ച് വെള്ളവും വെച്ച് കൈ ഒന്ന് നനച്ചതിന് ശേഷം മാക്സിമം നൈസായിട്ടൊന്ന് അത്ര നൈസാക്കി എടുക്കാൻ പറ്റുമോ അത്രയും നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വിരൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അടകളും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇതുപോലുള്ളൊരു അരിപ്പ പോലത്തെ ഒരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കെല്ലാം ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി കൊണ്ട് മൂടി വയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കുമ്പോൾ അട എല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഗോതമ്പ് അട നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇലയോട് കൂടെ തന്നെ മുറിക്കാൻ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.